നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, തോമസ് തുക്കലിൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജരാകുക എന്നുള്ളതാണെന്നാണ് സ്കൈ ജർമ്മനിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ലക്ഷ്യം ഒക്കെ നല്ലതാണ്, പക്ഷേ വേണ്ട, താല്പര്യമില്ലാഞ്ഞിട്ടാണ്, വേറൊന്നുമല്ല, താല്പര്യമില്ല, അതുകൊണ്ടാണ്. അപ്പം എനിക്ക് ഈ ഒരു തോമസ് തുക്കൽ എന്ന് പറയുന്ന മനുഷ്യനെ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പുള്ളിയുടെ ഫുട്ബോൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ പറ്റത്തില്ലാത്ത ഫുട്ബോളാണ്. പഴയ ജോസെ മൗറിഞ്ഞോ ഒക്കെ ഉയർത്തെഴുന്നേറ്റ് വന്ന് നിൽക്കുന്ന പോലെയാണ് എനിക്ക് പുള്ളിയുടെ ഫുട്ബോൾ കാണുമ്പം എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി ഭയങ്കര എക്സ്ട്രീംലി ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിക്കൊരു വ്യക്തമായിട്ടുള്ളൊരു സ്റ്റൈലുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. പലപ്പോഴും പുള്ളിയുടെ സ്റ്റൈലൊന്നും കറക്റ്റായിട്ട് പിച്ചിൽ കാണാൻ വേണ്ടി പറ്റുന്നൊന്നുമില്ല. 4-5 ഡിഫൻഡേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ് പുള്ളി ഡിഫെൻഡ് ചെയ്യുന്നത്. പ്ലസ് ഇതിന് മുന്നിൽ 2 ഡിഫെൻസീവ് മിഡ്ഫീൽഡറും കൂടെ. സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ എന്നാണ് എനിക്ക് പലപ്പോഴും പുള്ളിയുടെ ഫുട്ബോളിംഗ് സ്റ്റൈൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നാമതായി നമ്മൾ യുണൈറ്റഡ് ഐഡൻറ്റിറ്റി ക്രൈസിസിൻ്റെ മേളിൽ നിൽക്കുകയാണ്. ടെൻ ഹാഗ് ഇത്രയും നാളായി നമ്മളിവിടെ വന്നിട്ട്. പക്ഷേ ടെൻ ഹാഗിന് ഇപ്പം ലൂക്ക് ഷോയും മാർട്ടിനസ് അങ്ങനത്തെ പ്ലെയേഴ്സൊന്നും ഇല്ലാത്ത സമയത്ത് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്ത് പ്രോപ്പറായിട്ട് പുള്ളി കളിക്കാൻ ആഗ്രഹിക്കുന്ന ഫുട്ബോളൊന്നും കളിക്കാൻ വേണ്ടി ഇതുവരെയായിട്ടും പറ്റുന്നില്ല. ചുമ്മാ ലോങ് ബോൾ കളിക്കുക, ഇവരൊന്നും ഇല്ലാത്തപ്പോൾ ചുമ്മാ ലോങ് ബോൾ കളിക്കുക, എങ്ങനെയും ഫൈനൽ തേർഡിൽ പന്തെത്തിക്കുക, ഫ്രണ്ട് ത്രീയുടെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക മൊമെൻറ്റിനെയൊക്കെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് ഗോളുകൾ സ്കോർ ചെയ്യുക, ഇതാണ് ഇപ്പം യുണൈറ്റഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ഓൾറെഡി ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് നിൽക്കുന്ന ടീമിന് ഇങ്ങനത്തെ ഒരു മാനേജർ വരിക, അത് മാത്രമല്ല ഈ ഒരു തോമസ് തുക്കൽ എന്ന് പറയുന്ന മനുഷ്യനെ നോക്കിയോ, പുള്ളി ഒരു 1 അല്ലെങ്കിൽ 1.5 സീസണിൽ മേളിൽ ഒരു ടീമിലും പോയി നിൽക്കത്തില്ല. പുള്ളി അവിടെ പ്രശ്നങ്ങളുടെ മുകളിൽ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പം ബയൺ മ്യൂണിച്ച് എന്ന് പറയുന്ന ടീമിനെ നോക്കി, ബയൺ മ്യൂണിച്ച് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പാവം ആൾക്കാരുടെ ടീമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ ആ ഒരു തോമസ് മുള്ളർ, ജോഷുവ കിമ്മിക്ക് എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടെ ശാന്ത സ്വഭാവമായിട്ടുള്ള ആൾക്കാരാണ്, സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവരുമൊക്കെ ആയിട്ട് പോയി തല്ലിപ്പിരിഞ്ഞ് മര്യാദയ്ക്ക് നടന്നിരുന്ന ഒരു ക്ലബിനെ ഒരു വഴിക്കാക്കി മാറ്റി ഈ ഒരു തോമസ് തുക്കൽ. അപ്പം പക്ഷേ തോമസ് തുക്കൽ എന്ന് പറയുന്ന മനുഷ്യൻ പുള്ളിയുടെ ഒരു സൈഡ് ലൈനിൽ നിന്നുകൊണ്ടുള്ള ത്രൂ ഔട്ട് ദ മാച്ച് നമ്മൾ സൈഡ് ലൈനിൽ നിന്നുള്ള പുള്ളിയുടെ ആ ഒരു സ്പിരിറ്റഡ് ആയിട്ടുള്ള പുള്ളിയുടെ പരിപാടികളൊക്കെ ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂസൊക്കെ പുള്ളി ചെയ്യുന്ന ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഈവൻ ടെൻ ഹാഗിനേക്കാളും ബെറ്ററായിട്ട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ പുള്ളി ഹാൻഡിൽ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് അത് മാത്രം പോരല്ലോ, ഓൺ ദ ഫീൽഡ് ഉള്ള പെർഫോമൻസ് അത് മാത്രമല്ല, നമുക്കൊരു സ്റ്റേബിളായിട്ടുള്ള ഒരു മാനേജർ വേണം. ഇവിടെ ഒരു 3-4 വർഷം 4-5 വർഷമൊക്കെ ക്ലോപ്പും പെപ്പിനെ പോലൊക്കെ നിൽക്കാൻ പറ്റുന്ന ടൈപ്പ് മാനേജറാണ് വേണ്ടത്. അല്ലാതെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല. അത് മാത്രമല്ല ലീഗ് മത്സരങ്ങൾക്കൊന്നും പറ്റിയ ആളുമല്ല ഈ തോമസ് തുക്കൽ. കപ്പ് മത്സരങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു എഫ് എ കപ്പ് അല്ലെങ്കിൽ എന്നാ പറയുന്നത് കാരബോ കപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അടിച്ചേക്കാം. അന്നല്ലാതെ എനിക്ക് ലീഗിലൊന്നും പുള്ളി ഒന്നും ചെയ്യത്തില്ല. ടെൻ ഹാഗിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടെൻ ഹാഗ് ഈ ഒരു ടീമിനെ, നമ്മുടെ യുണൈറ്റഡ് ടീമിനെ, ഈ മഗ്വയർ, ജോണി ഏവൻസ്, ലെഫ്റ്റ് ബാക്കായിട്ട് ലിൻഡലോഫ്, ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ വെച്ച് നമുക്ക് ഇത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ള ലീഗിൽ ഗെയിംസ് ആഫ്റ്റർ ഗെയിം ഇപ്പം ജയിപ്പിച്ച് കൊണ്ടിരുന്നുണ്ട്. അവിടെ തോമസ് തുക്കൽ പറയുന്നത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസാണ് ശരിക്കും പറഞ്ഞാൽ ബയൺ മ്യൂണിച്ച്. അങ്ങനത്തെ ടീമുമായിട്ട് ബുണ്ടസ് ലീഗ പോണക്കത്തെ ഒരു ലീഗിൽ കടന്ന് സ്ട്രഗിൾ ചെയ്യുന്നു. അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഈ മനുഷ്യനെ യുണൈറ്റഡിൻ്റെ കോച്ചായിട്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും? ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനത്തെ 100 അല്ല 150 അല്ല 200 കൂട്ടം പ്രശ്നങ്ങളുമായിട്ടായിരിക്കും ഈ ഒരു തോമസ് തുക്കൽ എന്ന് പറയുന്ന മനുഷ്യൻ ഏതൊരു ക്ലബ്ബിലേക്ക് പോയാലും അവിടെ കുട്ടിച്ചോറാക്കിയിട്ടേ പുള്ളി അവിടെ നിന്ന് പോകത്തുള്ളൂ. ബാർസയായിട്ടാണ് ഇപ്പം കൂടുതലായിട്ട് ലിങ്ക്സ് കേൾക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഈ പുള്ളിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്, അവരുടെ PR കാര്യങ്ങളുമാണ് ഈ ബാർസയും യുണൈറ്റഡിനെയൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് പുഷ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാർസയ്ക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു മാനേജറാണ് തോമസ് തുക്കൽ എന്നെനിക്ക് തോന്നുന്നില്ല. അടിപൊളിയായിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്തോ കേട്ടോ, നല്ല രസമായിരിക്കും. മറ്റുള്ളവർക്ക്, ഞങ്ങളെപ്പോലുള്ളവർക്ക് കാണാൻ നല്ല രസമായിരിക്കും. അപ്പം എൻ്റെ ഒരു ക്വിക്ക് റിയാക്ഷൻ ഇതാണ്, തോമസ് തുക്കലിനെ പറ്റിയുള്ള ക്വിക്ക് റിയാക്ഷൻ ഇതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും തോമസ് തുക്കൽ വരുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻസായിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ഇടണം.